buddies. Okay, Officer on Duty. ഈ മൂവിനെ പറ്റിയിട്ട് ആദ്യം എനിക്ക് പറയാനുള്ളത് ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ചിട്ട് ദ ബെസ്റ്റ് മൂവി ഗായ്സ്. അടിപൊളി പടമാണ് കേട്ടോ. കാരണം ഇപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് യൂഷ്വലി കാണുന്ന ആൾക്കാരൊക്കെ അറിയാം, എനിക്ക് ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ, ഇങ്ങനെ ഈ പോലീസ്, അങ്ങനെ കൊലപാതകം, ഞാൻ പറഞ്ഞില്ലേ അങ്ങനത്തെ സംഭവങ്ങളോടൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. സോ അതിൽ നമുക്ക് നല്ല ഇതേപോലെ നല്ല കിടുക്കാച്ചി പടങ്ങൾ ഇടുമ്പോൾ വയറ് നിറയെ ചിക്കൻ ബിരിയാണി കഴിച്ചൊരു സംതൃപ്തിയാണ് ഗൈസ്. ലൈക്ക് അടിപൊളി പടം. എനിക്ക് ഐ ക്യാൻ സേ ദറ്റ് ഈ ഒരു മൂവിയുടെ ഈച്ച് പാർട്ട് നമ്മൾ എടുക്കുകയെന്ന് വെച്ചാൽ അതിപ്പോൾ എഡിറ്റിംഗ് വൈസ് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫി ആണെന്നുണ്ടെങ്കിലും അവർ സ്റ്റണ്ട് ആണെന്നുണ്ടെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും ഈച്ച് ആൻഡ് എവറി എലമെൻറ്റ് വാസ് ലൈക്ക് കിഡു. ആൻഡ് ഈ ഒരു മൂവിയുടെ മെയിൻ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഷാഹി കബീർ, ദ റൈറ്റർ ഓഫ് ദിസ് മൂവി. ആൻഡ് ദിസ് മാൻ നെവർ ഡിസപ്പോയിൻറ്റ്സ് ഗൈസ്, റിയലി. കാരണം അത് ആളുടെ പാസ്റ്റ് മൂവീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റും. ബിക്കോസ് ഹി ഈസ് എ റൈറ്റർ ഓഫ് ജോസഫ് ആൻഡ് നായാട്ട് ആൻഡ് ഓൾസോ ദി ഡയറക്ടർ ഓഫ് ഇലവീഡ പൂഞ്ചിറ. ആൻഡ് സെയിം ഹോപ്പ് ആൻഡ് സെയിം എക്സൈറ്റ്മെൻറ്റ്, ആ ഒരു സെയിം ഇമ്പാക്റ്റിൽ നിങ്ങൾക്ക് ഈ മൂവി കാണാൻ പറ്റുന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ആൻഡ് നമ്മൾ മൂവിയുടെ കാസ്റ്റിംഗ് പറയുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ചാക്കോ ബോബൻ, പ്രിയ, മണി, ജഗദീഷ് എല്ലാവരും തന്നെ നല്ല മികച്ച അഭിനയമായിരുന്നു. എസ്പെഷ്യലി ചാക്കോച്ചൻ, ഹി വാസ് ലൈക്ക് ടു ഗുഡ് ഇൻ ദിസ് മൂവി. കാരണം നമ്മളിപ്പോൾ ഒരു പോലീസ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ മൈൻഡ്സിൽ കുറച്ചും കൂടെ നാച്ചുറൽ ആയിട്ട് ആ ഒരു ക്യാരക്ടർ ഇൻവോൾവ് ചെയ്ത് ചെയ്യുന്നത് ആസിഫിക്ക ആയിരിക്കും. നമുക്കിപ്പം മലയാളികൾക്ക് ഇടയിലാണെന്നുണ്ടെങ്കിൽ ആസിഫിക്ക ആയിരിക്കും പോലീസ് എന്ന് പറയുമ്പോഴത്തേനും അത്രയ്ക്കും ഒരു നാച്ചുറാലിറ്റി കൊണ്ടുവരും. പക്ഷെ അതേപോലെ അല്ലെങ്കിൽ സെയിം എഫക്റ്റിൽ ചാക്കോച്ചൻ വാസ് ലൈക്ക് ഇതിലും ബെറ്റർ ആയിട്ട് ഇനി ഒരാൾക്ക് അഭിനയിക്കാൻ പറ്റുമോ എന്നുള്ളത് പോലും ഡൗട്ടാണ്. കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ടായിരുന്നു ആളുടെ ആ ഒരു വേ ഓഫ് ഹിസ് സ്റ്റൈൽ, ആ ഒരു പോലീസ് ഓഫീസർ, എല്ലാ ഒരു ക്യാരക്ടറിന് വേണ്ട എല്ലാ കാര്യങ്ങളും ആളതിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് പോലീസ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുമ്പം ഈ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്നത് ലൈക്ക് നോട്ട് ഓൺലി ആസ് എ പോലീസ് ഓഫീസർ, ഒരു പോലീസ് ഓഫീസറായിട്ട് മാത്രമല്ല, ബട്ട് ആസ് എ ഫാമിലി മെൻ, ആ ആളുടെ ഫാമിലി റെസ്പോൺസിബിലിറ്റി ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു കംപ്ലീറ്റ് entertaining thriller മൂവിയാണ് ഗൈസ്. ഫ്രം ദ ബിഗിനിങ് ടിൽ എൻഡ് ഇറ്റ് വിൽ കീപ് യു ലൈക്ക് ഹുക്ഡ് അപ്പ്. ലൈക്ക് അത്രയ്ക്കും അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ വന്നിട്ട് ചാക്കോച്ചൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വളരെ റൂഡായിട്ട് അല്ലെങ്കിൽ ഒരു ടഫ് ആൻഡ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ്. ആൻഡ് ഹി ലേറ്റർ ഓൺ ഗെറ്റ്സ് ഇൻവോൾവ് ഇൻ എ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ. പിന്നെ അത് മാറി ആളുടെ ഒരു പേഴ്സണൽ ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ ആളുടെ ഒരു ഫാമിലി ഇമോഷൻസും അതേപോലെ ഒരു റിവെഞ്ച് സ്റ്റോറിയൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ആൻഡ് ഇതിൽ കോണ്ടന്റ് വന്നിട്ട് നമ്മുടെ ആസ് യൂഷ്വൽ നമ്മൾ എല്ലാ മൂവീസിലും കാണുന്ന കോണ്ടന്റ് ആണെങ്കിൽ പോലും സൊസൈറ്റിയിൽ അത്ര റിലവൻറ്റ് വാല്യൂ ആയിട്ട് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. ആസ് യൂഷ്വൽ നമ്മുടെ ഈ സെക്ഷൽ അബ്യൂസ്, ഡ്രഗ് യൂസ് ചെയ്യുന്ന ഈ സ്കൂൾ പിള്ളേർ, കൂടുതൽ ഈ ബാംഗ്ലൂർ ഏരിയാസിലൊക്കെ ഉള്ള ആൾക്കാർ നമ്മൾ ന്യൂസിൽ തന്നെ എത്ര കാണാറുണ്ട് അല്ലേ. ആ ഒരു റിലവൻറ്റ് കണ്ടന്റ് തന്നെയാണ് ഇതിനകത്തും കൂടെ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു സ്റ്റോറി വൈസ് ഒക്കെ ഇതിനെ വന്നിട്ട് ഒരു അത്രയ്ക്കും പിടിച്ചിരുത്താൻ പറ്റുന്നുണ്ട്, വ്യൂവേഴ്സിന് അത്രത്തോളം നമുക്ക് പിടിച്ചിരുത്താൻ പറ്റുന്നുണ്ട്. ഗൈസ് ഓവറോൾ എനിക്ക് ഭയങ്കര പ്രോമിസിങ് ആയിട്ട് തോന്നുന്ന ഒരു മൂവിയാണ് അത്. മറ്റേ എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റിലേക്ക് നമുക്ക് ഓരോ പോർഷൻസും ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്കതിൽ ഫൈറ്റ് സീൻസ് ആണ് ജാതി ഫൈറ്റ്. ലൈക്ക് ലിറ്ററലി ഐ വാസ് ലൈക്ക് ഞാനും ഭയങ്കരമായിട്ട് കൈയടിക്കുന്നുണ്ടായിരുന്നു, പോകുന്നുണ്ടായിരുന്നു, എന്തൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ലിറ്ററലി ഗൂസ് ബംസ് ആയിരുന്നു. എനിക്ക് പേഴ്സണലി ഫൈറ്റ് സീൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതേപോലെ ചാക്കോച്ചൻ ആൻഡ് ദിസ് വില്ലൻ ഗ്യാങ് ഒക്കെ വളരെ സ്വാഗ് ആൻഡ് മരണം മാസമായിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ്. സോ ഗൈസ് ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ മസ്റ്റ് വാച്ച്. അതും തിയേറ്റർ എക്സ്പീരിയൻസ് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു മൂവിയാണ്. സോ യാ, ഇറ്റ്സ് ഡെഫിനറ്റ്ലി ജെം.